شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والعاديات ضبحا فالموريات قدحا فالمغيرات صبحا فأثرن به نقعا فبسطن به جمعا إن الإنسان لربه لكنود يا أيها الناس أوصيكم وإياي أولا بتقوى الله ഏറെ സ്നേഹനിധരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആനിലെ 100-ാമത്തെ അധ്യായം സൂറത്തുൽ ആദിയാത്തിന്റെ തുടക്കത്തിലുള്ള ഏതാനും ആയത്തുകളാണ് നമ്മുടെ ഖുതുബയുടെ ആരംഭത്തിൽ ഓതിവെച്ചത്. ഒരു പക്ഷേ ആ ഒരു സൂറത്ത് നമുക്കെല്ലാവർക്കും മനഃപ്പാഠമുള്ളതായിരിക്കാം. എന്നാൽ ഈ ഒരു സൂറത്തിന്റെ തുടക്കത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ഉദാഹരണങ്ങൾ നമ്മെ അറിയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു ജീവിയെക്കുറിച്ച്, കുതിരയെക്കുറിച്ച് വർണ്ണിച്ചുകൊണ്ടാണ് അല്ലാഹു ഏറെ സുപ്രധാനമായ ഒരു കാര്യം നമ്മെ അറിയിക്കുന്നത്. അല്ലാഹു പറയുകയാണ്, വൽ ആദിയാതി ദബ്ഹാ, കിതച്ചുകൊണ്ട് വേഗത്തിൽ ഓടിപ്പോകുന്നവ തന്നെയാണ് സത്യം. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം തന്റെ സൃഷ്ടികളെ സത്യം ചെയ്യാം. എന്നാൽ സൃഷ്ടികൾക്ക് അള്ളാഹുവിനെ കുറിച്ച് അല്ലെങ്കിൽ സൃഷ്ടാവിനെ പിടിച്ചുകൊണ്ട് മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ. ഈ ഒരായത്തിൽ അള്ളാഹു കിതച്ചുകൊണ്ട് ഓടുന്നവയെ വർണ്ണിക്കുന്നു. വീണ്ടും പറയുകയാണ്, ഫൽമൂരിയാതി ഖദ്ഹാ, അതിന്റെ കാലുകൾ കല്ലിൽ തട്ടിക്കൊണ്ട് തീ പാറിച്ചുകൊണ്ടാണ് ഇത് പാഞ്ഞു പോകുന്നത്. ഫൽമുഗീറാതി സുബ്ഹാ, പ്രഭാതത്തിൽ അക്രമത്തിനു വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന അവ തന്നെയാണ് സത്യം. ഫഅസർന ബിഹി നഖഅ, പൊടിപടലം പാറിച്ചുകൊണ്ട് ആ വേഗതയിൽ പോകുന്നവ. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഫവസത്ന ബിഹി ജംഅ, എന്നിട്ട് അവകൾ അഥവാ ആ കുതിരകൾ സംഘത്തിന്റെ നടുവിലേക്ക്
യുദ്ധസംഘത്തിന്റെ നടുവിലേക്ക് അത് പാഞ്ഞുപോയി അവിടെ നിൽക്കുന്നു. ഇത്രയേറെ വർണ്ണിച്ചിട്ട് അല്ലാഹു പറയാണ്, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. തീർച്ചയായും മനുഷ്യൻ തന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവനാണ്. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു തആല കുതിരയെ വർണ്ണിച്ചിട്ട് മനുഷ്യനെ താരതമ്യപ്പെടുത്തിയത്? ആദ്യത്തെ 5 വാചകങ്ങളിലും അല്ലാഹു കുതിരയുടെ ഓരോ പ്രത്യേകതകൾ പറയുകയാണ്. പ്രഭാതമാകുന്ന സമയത്ത് തന്നെ കല്ലിൽ തന്റെ കാൽപാദങ്ങൾ തട്ടിച്ചുകൊണ്ട് വേഗത്തിൽ തീ പാറിച്ചുകൊണ്ട് പോയി ശത്രുവിന്റെ സംഘത്തിന്റെ നടുവിലേക്ക് പോകുന്ന ആ കുതിരയെ അല്ലാഹു വർണ്ണിച്ചത് എന്തിനാണെന്ന് അറിയുമോ? മനുഷ്യൻ നന്ദി കെട്ടവനാണെന്ന് പറയാൻ. ഒരു കുതിരക്ക് അതിന്റെ യജമാനൻ കഴിക്കാനുള്ള കുറച്ച് ഭക്ഷണം കൊടുക്കുന്നു. താമസിക്കാൻ ഒരു ഭാഗത്ത് അതിനെ കെട്ടിയിട്ടുകൊണ്ട് അതിനെ പോറ്റുന്നു. വളരെ കുറച്ച് സൗകര്യങ്ങൾ ചെയ്ത ആ ഒരു തന്റെ യജമാനു വേണ്ടി കുതിര കാണിക്കുന്ന നന്ദി പ്രകടനം ആ കുതിരക്ക് ഒരാവശ്യവും ഇല്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടിയാണ്. കുതിരക്ക് യുദ്ധം ചെയ്തിട്ട് എന്താ കിട്ടാനുള്ളത്? തന്റെ യജമാനന്റെ കൂടെ കുതിര പോയി കഴിഞ്ഞാൽ അതിന്റെ കാലുകളും കൈകളും മുറിക്കപ്പെടുമെന്നല്ലാതെ, അതിന്റെ ശരീരത്തിൽ മുറിവേൽക്കുമെന്നല്ലാതെ എന്ത് ലാഭമാണ് അതിനുള്ളത്? പക്ഷെ കുറച്ച് സൗകര്യം ചെയ്തപ്പോ തന്റെ ജീവൻ ആ യജമാനു വേണ്ടി കൊടുക്കാൻ കുതിര സന്നദ്ധനായി. എന്നിട്ട് അല്ലാഹു പറയാണ്, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. തീർച്ചയായും മനുഷ്യൻ തന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവനാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു പദം നന്ദി കെട്ടവൻ, നന്ദികേട്, ഈ പ്രയോഗങ്ങൾ നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാകും. ഒരുപക്ഷെ കഴിഞ്ഞ ഏതാനും ആഴ്ചകളും മാസങ്ങളുമായി സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്ന നമ്മൾ, അല്ലെങ്കിൽ പത്രത്താളുകൾ വായിക്കുന്ന നമ്മൾ കണ്ടും കേട്ടും അറിഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. താൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് കോടിക്കണക്കിന് രൂപ അവരെ പറ്റിച്ചുകൊണ്ട് തന്റെ ഭർത്താവിന്റെയും കുടുംബക്കാരുടെയും അക്കൗണ്ടിലേക്ക് മാറ്റിയ ഒരു സ്ത്രീയെ കുറിച്ച് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ വായിച്ചു. ആ വാർത്തയുടെ കമന്റ് ബോക്സിൽ നമ്മൾ കണ്ടു, സ്വന്തം സ്ഥാപനത്തെയാണല്ലോ ആ സ്ത്രീ തെറ്റിദ്ധരിപ്പിച്ചത്. എന്തൊരു നന്ദി കെട്ട ആളാണ്. അതേപോലെ നമ്മൾ മറ്റൊരു വാർത്ത വായിച്ചു. പ്രവാസിയായ ഒരു മനുഷ്യൻ, അയാളെ ഏൽപ്പിച്ച വലിയ ഒരു സംഖ്യ അത് വകമാറ്റിക്കൊണ്ട് അയാൾ നാട്ടിലേക്ക് വന്നു. ആ പണം എടുത്തുകൊണ്ട് അയാളെ തെരഞ്ഞുകൊണ്ട് കേസുമായി കൊണ്ട് പലരും കടന്നു വന്നു എന്ന വാർത്ത നമ്മൾ വായിച്ചു. എന്തിനേറെ, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കർണാടകത്തിൽ ഉണ്ടായ ഒരു പ്രകൃതി ദുരന്തത്തിൽ ഒരു തന്റെ കൂടെ ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ തന്റെ ജോലിക്കാരൻ, ആ ജോലിക്കാരനെ നഷ്ടപ്പെട്ടപ്പോ ആ ജോലിക്കാരന് വേണ്ടി മാസങ്ങളോളം ആ നദിക്കരയിൽ കാവലായി നിന്ന ഒരു മനുഷ്യനെ കുറിച്ചും പിന്നീട് ചില വാർത്തകൾ വന്ന് അയാളെ കുറിച്ചുള്ള ചില തെറ്റിദ്ധാരണകൾ വന്നപ്പോ ആ ജോലിക്കാരന്റെ കുടുംബക്കാർ ചില വാർത്താ സമ്മേളനങ്ങൾ നടത്തിയപ്പോൾ അതിന്റെ താഴെയും നമ്മൾ കണ്ടു, എന്തേ മനുഷ്യൻ ഇങ്ങനെയായി പോയത്? എന്തെല്ലാം സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടും, എന്തെല്ലാം ചെയ്തിട്ടും അവൻ എന്തുകൊണ്ട് നന്ദി കെട്ടവനാകുന്നു? ഇത് കേവലം 1 or 2 വ്യക്തികളിലല്ല, നമ്മളടക്കം പലരെ കുറിച്ച് നമ്മൾ പറയും. ഒരു വാപ്പ തന്റെ മകനെല്ലാം ചെയ്തു കൊടുത്തിട്ട് മകൻ പറഞ്ഞത് അനുസരിക്കാതിരിക്കുമ്പോ പറയും, എന്ത് നന്ദി കെട്ടവനാ നീ, നിന്റെ വായിൽ നിന്ന് വന്ന വാക്കുകൾ എന്തെല്ലാമാണ്, നിനക്ക് വേണ്ടി എന്തെല്ലാം ഞാൻ ചെയ്തു തന്നിട്ടുണ്ട്. ഭാര്യ ഭർത്താവിനോടും, ഭർത്താവ് ഭാര്യയോടും, യജമാനൻ തന്റെ കൂടെ ജോലി ചെയ്യുന്നവരോടും, മുതലാളി തന്റെ കൂടെ ജോലി ചെയ്യുന്നവരോടും തിരിച്ചുമൊക്കെ ഈ വാക്കുകൾ നമ്മൾ കേട്ടിട്ടേ ഉണ്ടാകും. എന്നാ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു തആല എന്തുകൊണ്ട് ഈ ഒരു വാക്ക് പ്രയോഗിച്ചു എന്നുള്ളത്, ഈ ലഖനൂദ് എന്നുള്ളത് കിന്ദ എന്ന് പറയുന്ന ഒരു ഗോത്രമുണ്ട് അറബികൾക്കിടയിൽ. കിന്ദ എന്ന് പറയുന്ന ഒരു ഗോത്രം. ആ പേരെന്നെ കിട്ടാനുള്ള കാരണം, സ്വന്തം വാപ്പയെ എതിർത്ത് ജീവിച്ച ആളുകൾ, അല്ലെങ്കിൽ ആ വാപ്പയെ അവഗണിച്ച, വാപ്പയെ അംഗീകരിക്കാത്ത ആളുകൾ എന്ന പേരിലാണത്രേ ആ ഒരു പേര് കിട്ടിയത്. അള്ളാഹു പ്രയോഗിച്ചതോ ലഖനൂദ്, മനുഷ്യൻ തന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവനാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വാചകം നമ്മളിലേക്ക് ചേർത്ത് വെക്കാം.
നമ്മൾ നമ്മുടെ രക്ഷിതാവിനോട് നന്ദിയുള്ളവരാണ്. നമ്മൾ നമ്മുടെ റബ്ബിനോട് നന്ദിയുള്ളവരാണ്. നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ എന്തിനു നന്ദി കാണിക്കണം എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. ആ ചോദ്യത്തിനുള്ള മറുപടി ആദ്യം കാണണം. എന്തിന് ഞാൻ നന്ദി കാണിക്കണം? ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഒന്നുമല്ലാതിരുന്ന അവസ്ഥയിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ ഇത്രയുമാക്കി എന്നുള്ളത് കൊണ്ട് തന്നെ. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയാണ്, വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ലഅല്ലകും തഷ്കുറൂൻ. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ. നിങ്ങളുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഒന്നും അറിയാത്തവരായി നിങ്ങളെ അല്ലാഹു പുറത്തേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, വജഅല ലക്കുമുസ് സമഅ വൽ ബസറ വൽ അബ്സാറ വൽ അഫ്ഇദ. അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് കേൾവിയും കാഴ്ചയും ഹൃദയവും ഒക്കെ അല്ലാഹു നൽകി, ചിന്തിക്കാനുള്ള കഴിവ് തന്നു. എന്നിട്ട് അല്ലാഹു പറയാണ്, ലഅല്ലകും തഷ്കുറൂൻ. നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടിയിട്ട്, അതൊക്കെ നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അവിടെയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് അല്ലാഹു നൽകിയിട്ടുള്ളത്. ഈ ലോകത്തേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ എന്താ കൊണ്ടുവന്നേ? നമ്മൾ നാളെ ഒരു യാത്ര ഉണ്ട്, ഒരു ദിവസം നീളുന്ന യാത്രയാണെന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടാകും. ആ ബാഗിൽ നമുക്ക് ധരിക്കാനുള്ള ഒരു വസ്ത്രമുണ്ട്, നമ്മുടെ ടൂത്ത് പേസ്റ്റ് ഉണ്ട്, നമ്മുടെ ബ്രഷ് ഉണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന മറ്റു ഭാഗങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നമ്മുടെ കയ്യിൽ വെച്ചിട്ടാണ് നമ്മൾ ആ യാത്രക്ക് വേണ്ടി പുറപ്പെടുക. എന്നാൽ 60, 70, 80 കൊല്ലം ജീവിക്കേണ്ട ഈ ലോകത്തേക്ക് നമ്മൾ വന്നപ്പോ കൈ ഇങ്ങനെ പിടിച്ചു എന്നല്ലാതെ അതിലൊന്നും ഉണ്ടായിട്ടില്ല, അതിലൊന്നും ഇല്ലായിരുന്നു. ഒന്നുമില്ലാതിരുന്ന നമുക്ക് ഇപ്പോ സ്വന്തമായി ഒരു പേരും ഐഡന്റിറ്റിയും വീടും താമസവും കുടുംബവും ഒക്കെ നൽകിയത് അള്ളാഹുവാണ്. അള്ളാഹു പറയാണ്, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. മനുഷ്യൻ തന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവനാണ്. പ്രിയപ്പെട്ടവരെ, അത് നമ്മളിലേക്ക് ചുരുങ്ങിയിട്ട് മാത്രം നോക്കിയാൽ മതി. നമ്മൾ വേറെ ഒരാളിലേക്ക് നോക്കണ്ട, നമ്മളിലേക്ക് മാത്രം ഒതുങ്ങി നോക്കിയാൽ തന്നെ നമുക്കത് ബോധ്യപ്പെടും. അതിലേറ്റവും പ്രധാനം, നമ്മൾ ഈ ലോകത്തേക്ക് വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ, ഇപ്പൊ അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാം നമുക്ക് നൽകിയെങ്കിൽ, ഇനി നമ്മൾ അല്ലാഹുവിനോട് ഇന്നും ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ നടത്തിയിട്ടുള്ള പ്രാർത്ഥനകളൊന്ന് പരിശോധിച്ചോളൂ. നമുക്ക് ശാരീരികമായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഒട്ടേറെ കഴിവുകൾ നൽകി. എന്നാൽ നമ്മൾ ഇന്ന് പ്രാർത്ഥന നടത്തിയത്, റബ്ബേ എനിക്ക് കാഴ്ചയുണ്ടല്ലോ, എനിക്ക് കേൾവിയുണ്ടല്ലോ, എനിക്ക് പിടിക്കാൻ കഴിവുണ്ടല്ലോ എന്നൊന്നുമല്ല. നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു ചെറിയ ഒരു വേദന, ആ വേദന മാറ്റിത്തരണേ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഇത്രയേറെ സൗകര്യങ്ങൾ നമുക്ക് കിട്ടിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് നന്ദി കാണിക്കുന്നില്ല. നമ്മൾ കിട്ടാത്തതിന്റെ പേരിൽ മാത്രമാണ് നമുക്ക് പരാതിയുള്ളത്. നമുക്ക് ലക്ഷങ്ങൾ വിലമതിക്കുന്ന വീടുണ്ട്, ഒരു പക്ഷേ സ്ഥലമുണ്ട്, നമ്മൾ താമസിക്കുന്ന സൗകര്യങ്ങളുണ്ട്. ആ സൗകര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് റബ്ബേ അൽഹംദുലില്ലാ, ഞാൻ ഒരിക്കലും ഏതെങ്കിലും ഒരു കടത്തിണ്ണയിൽ പോയി താമസിക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. എന്റെ ഭാര്യയുടെ കൈ പിടിച്ചുകൊണ്ട്, മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട്, ഒരിക്കലും ഏതെങ്കിലും ഒരുത്തന്റെ മുന്നിലേക്ക് പോയിക്കൊണ്ട് നിങ്ങൾ എനിക്കൊരു സൗകര്യം ചെയ്തു തരും എന്ന് ഞാൻ പറയേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഇന്നും നമ്മൾ നടത്തിയ പ്രാർത്ഥനയിൽ നമ്മുടെ വീടിന്റെ ഏതോ ഒരു ഭാഗത്ത് കുറച്ച് സിമന്റ് നഷ്ടപ്പെട്ടപ്പോ അതിന്റെ ബേജാറിലാണ് നമ്മളുള്ളത്. അല്ല, ഈ ദുനിയാവിന്റെ കാര്യത്തിൽ മാത്രമേ പ്രിയപ്പെട്ടവരെ നമുക്ക് ബേജാറുള്ളൂ. അതിനപ്പുറത്തേക്കൊരു ബേജാറ് നമുക്ക് പറയാനില്ല. നമ്മൾ നടത്തിയ പ്രാർത്ഥനകളിൽ 100 പ്രാർത്ഥന നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ 95 ദുനിയാവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ദുനിയാവ് വേണ്ട എന്നല്ല, പക്ഷെ എല്ലാ സൗകര്യങ്ങളും പടച്ചോ നമുക്ക് തന്നിട്ടും എന്താ എനിക്ക് കിട്ടിയത്? അവന്റെ ഭാഗ്യം നോക്ക്, അവന്റെ സൗകര്യം നോക്ക്, അവന് കിട്ടിയ അനുഗ്രഹങ്ങൾ നോക്ക്, എന്താ എനിക്ക് കിട്ടാത്തത്? ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. മനുഷ്യൻ തന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവനായിക്കൊണ്ടിരിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളോടും. നമ്മുടെ കച്ചവടം നിങ്ങൾ പരിശോധിച്ചു. നമ്മൾ ഇപ്പോ സമ്പാദിച്ച നമ്മുടെ വീടിന്റെയും സൗകര്യങ്ങളുടെയും ബാങ്ക് ബാലൻസിന്റെയും ഒക്കെ കണക്ക് നോക്കിയാൽ ഒക്കെ നമ്മുടെ കച്ചവടത്തിൽ നിന്നോ നമ്മുടെ ഇടപെടലിൽ നിന്നോ കിട്ടിയതാ. എന്നാൽ ഒരു 2-3 മാസമായിട്ട് കച്ചവടം ഒന്ന് കുറയുമ്പോഴേക്ക് നമ്മൾ എന്തെല്ലാം വാക്കുകളാ പറയണത്, എന്തെല്ലാം നിരാശയുടെ വാക്കുകളാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
നമുക്ക് കുറവ് ലഭിക്കുമ്പോൾ, അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞ കാര്യം, അവന് വലിയ വലിയ അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ അവൻ സന്തോഷവാനാണ്. എന്നാൽ ഒന്ന് പരീക്ഷിക്കുമ്പോഴേക്ക്, ഒരു ചെറിയ ഒരു പ്രയാസം വരുമ്പോഴേക്ക് അവൻ ആകെ അസ്വസ്ഥനായിക്കൊണ്ടിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, നമ്മളെ കുറിച്ചല്ലേ പറഞ്ഞത്? നമ്മൾ ഓരോരുത്തരും സ്വയം പരിശോധിക്കണം. പ്രത്യേകിച്ച് അള്ളാഹു നമുക്ക് നൽകിയ ഓരോ അനുഗ്രഹങ്ങളും. കാഴ്ച അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാണ്. ഈ കാഴ്ചയുടെ മഹത്വം നമ്മൾ അറിയപ്പെടാന്നറിയോ? നമ്മൾ വാഹനത്തിൽ ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്നൊരു പ്രാണി നമ്മുടെ കണ്ണിൽ കുടുങ്ങിയാൽ, പിന്നെ കണ്ണ് തുറക്കാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ തീർച്ചയായും നമ്മൾ പറയും വല്ലാത്ത ഒരു വേദന തന്നെയാണ്. കണ്ണ് തുറക്കാൻ കഴിയണില്ല. കണ്ണിന്റെ വില നമ്മൾ അറിയും. കാതിന്റെയും കേൾവിയുടെയും ആ വില നമ്മൾ അറിയപ്പെടാന്നറിയോ? നമ്മൾ ഉറങ്ങണ സമയത്ത് ഒരു ഉറുമ്പ് നമ്മുടെ ചെവിയിലേക്ക് വീണാല് അതിങ്ങനെ അതിന്റെ ഉള്ളിൽ കിടന്നിട്ട് ഇങ്ങനെ ഇളകുന്ന സമയത്ത് ശക്തമായ വേദന വരുമ്പോ, വല്ലാത്ത പ്രയാസം അനുഭവപ്പെടുമ്പോ നമ്മൾ പറയും എല്ലാം സഹിക്കാൻ പറ്റും, പക്ഷെ ചെവിയുടെ വേദന ഉണ്ടല്ലോ, അത് താങ്ങാൻ കഴിയൂല. പ്രിയപ്പെട്ടവരെ, ഏത് വേദനയാവട്ടെ, പ്രയാസങ്ങളാവട്ടെ, അതൊക്കെ നമ്മൾ ക്ഷമിക്കാനും സഹിക്കാനും നമ്മൾ റെഡിയാകാത്തൊരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ കാരണം എന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവ് നൽകിയിട്ടുള്ളത് എന്തിനാണെന്ന് അറിയാത്തൊരവസ്ഥ വരുമ്പോഴാണ് അതൊക്കെ ഉണ്ടാകുന്നത്. ഈ ലോകത്ത് ശാശ്വതമാണെന്ന ചിന്ത വരുമ്പോഴാണ് ഈ പറഞ്ഞ ആവലാദികളും വേവലാദികളും ഒക്കെ ഉണ്ടാവുക. എന്നാൽ ഈ ദുനിയാവിൽ നിന്ന് ഞാൻ പെട്ടെന്ന് പോകേണ്ടതുണ്ട്, ഇവിടെ താൽക്കാലികമാണ് എന്റെ ജീവിതം, ആ ഒരു ബോധ്യം ഉണ്ടാകുമ്പോഴോ ഒരു പ്രശ്നവുമില്ല. അള്ളാഹു നൽകിയതിൽ തൃപ്തിയുള്ള ഒരു ജീവിതം നമുക്കുണ്ടാകും. പ്രഗൽഭ താബീ പണ്ഡിതനാണ് യൂനുസ് ബിൻ ഉബൈദ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഒരാൾ പരാതിയുമായിട്ട് വരുന്നുണ്ട്. അയാൾ വന്നിട്ട് പറയാണ്, എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല, എൻ്റെ ജീവിതത്തിൽ എനിക്കൊന്നുമില്ല, എൻ്റെതെന്ന് പറയാൻ പറ്റുന്ന ഒന്നുമില്ല, നിങ്ങൾ എനിക്കൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ മാത്രമേ എനിക്കുള്ളൂ, ഞാൻ ഒന്നും നേടാത്തവനാണ്. നിരാശയുടെ വാക്കാ പറയുന്നത്. ആ സമയത്ത് യൂനുസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് ചോദിക്കാണ്, ശരി, നിന്റെ കണ്ണ് 1,00,000 ദിർഹം ഞാൻ തരാം, ആ കണ്ണ് നീ എനിക്ക് തരൂ. അയാൾ പറഞ്ഞില്ല, അത് തരാൻ കഴിയൂല. എങ്കിൽ നിന്റെ കേൾവി ശക്തി എനിക്ക് തരൂ, 1,00,000 രൂപ തരാം, 1,00,000 ദിർഹം തരാം. ഓരോ അവയവങ്ങളും എണ്ണി. ആ സമയത്തെല്ലാം അയാൾ പറഞ്ഞു, ഇല്ല, എനിക്ക് തരാൻ കഴിയൂല. ആ സമയത്ത് അദ്ദേഹം പറയാണ്, അള്ളാഹു നിനക്ക് നൽകിയ മൂല്യം, അള്ളാഹു നിനക്ക് നൽകിയ സമ്പത്ത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നീ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് നമ്മൾ ഓരോരുത്തരും സ്വയം പരിശോധിക്കേണ്ടത്. നമുക്ക് അള്ളാഹു നൽകിയ ഒട്ടേറെ അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടും ആ അനുഗ്രഹങ്ങളിൽ നന്ദി കാണിക്കുന്ന ഒരവസ്ഥ നമ്മളിൽ കാണുന്നില്ല. നമ്മളെ ദുനിയാവിൽ പല ആളുകളും നമ്മളെ സഹായിക്കും. ഒരു ഗവൺമെന്റ് നമ്മളെ സഹായിക്കാൻ വിചാരിച്ചു, എന്തെങ്കിലും ഒരു സഹായം നമുക്ക് നൽകുന്നുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി നമ്മൾ ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടി വരും. ഒരാള് ഏതെങ്കിലും ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു MLA-യുടെ പ്രാദേശിക വികസന ഫണ്ട് എന്ന് പറഞ്ഞിട്ട് വെക്കുന്ന സമയത്ത് പോലും അയാളുടെ വലിയ ഒരു പേര് വെക്കും. എന്തെങ്കിലും ഒരു സഹായം ഒരാൾ ചെയ്യുമ്പോഴേക്ക് അയാളുടെ പേര് അവിടെ ഉണ്ടാകും. അല്ലെങ്കിൽ തിരിച്ചെന്തെങ്കിലും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളത് നമ്മൾ സ്വയം ഒന്ന് പരിശോധിക്കണമെന്നും എന്നതുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെല്ലാം അനുഗ്രഹങ്ങളൊക്കെ പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞൊരു കാര്യമുണ്ട്. വഇദ് തഅസ്സന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. അള്ളാഹു ഒരു വിളംബരം ചെയ്യാൻ, നിങ്ങളുടെ രക്ഷിതാവിത ഒരു വിളംബരം നടത്തിയിരിക്കുന്നു. എന്നിട്ട് പറയാണ്, ലഇൻ ശകർതും ലഅസീദന്നകും. നിങ്ങൾ അള്ളാഹ്ക്ക് നന്ദി കാണിക്കുന്ന ഒരു ജീവിതമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ, നിങ്ങൾക്ക് കിട്ടിയതിലൊക്കെ അൽഹംദുലില്ലാ എന്ന് പറയുന്ന ഒരവസ്ഥയാണെങ്കിൽ, കിട്ടുന്നതിലൊക്കെ തൃപ്തിയുള്ള ഒരു ജീവിതമാണെങ്കിൽ ലഅസീദന്നകും, നാം നിങ്ങൾക്ക് വർദ്ധിപ്പിച്ച് തരിക തന്നെ ചെയ്യും. സുബ്ഹാനല്ലാഹ്. അല്ലാഹ് പറയാണ്, നിങ്ങൾ നന്ദി കാണിക്കുകയാണോ? നിങ്ങൾക്ക് കിട്ടിയതിൽ നിങ്ങൾ നന്ദി കാണിക്കുകയാണോ?
നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചിരുന്ന വല ഇൻ കഫർത്തും, ഇനി അതൊക്കെ നിങ്ങൾ നിഷേധിക്കുകയാണ്, നിങ്ങൾ നിഷേധിച്ച് നടക്കണം. ഇന്ന അദാബി ലശദീദ്, തീർച്ചയായും എൻ്റെ ശിക്ഷ അത് കഠിനമാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്വയം പരിശോധിക്കേണ്ട ഒരു കാര്യം, അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളിൽ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് കിട്ടിയിട്ട് ആ നന്ദി കാണിക്കുന്ന ഒരു അവസ്ഥ നമ്മളിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് ഞാനും നിങ്ങളും സ്വയം പരിശോധിക്കേണ്ടത്. പ്രത്യേകിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയാണ്, നിങ്ങൾക്ക് ഇതൊക്കെ നൽകിയത് അള്ളയാണ്. എന്തിനാ അള്ളാഹുവിനോട് നന്ദി കാണിക്കണം എന്ന് ചോദിച്ചാൽ, അള്ളാഹുവാണ് ഇതൊക്കെ തന്നത്. റബ്ബ് തരാത്ത ഒന്നുമില്ല, അള്ളാഹു തരാത്ത ഒന്നും ഈ ലോകത്തില്ല. അള്ളാഹു പറയാണ്, യാ അയ്യുഹന്നാസ് യാ അയ്യുഹന്നാസ് ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ്. അല്ലയോ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ധാരാളമായിട്ട് ഓർത്തോളൂ. എന്നിട്ട് അള്ളാഹ് പറയാണ്, ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ്, അള്ളാഹു അല്ലാത്ത ഒരു ഖാലിഖ്, ഒരു സൃഷ്ടാവ് നിങ്ങൾക്കുണ്ടോ? ഈ ലോകത്ത് ആരെല്ലാം ഇന്ന ഒന്നാണെന്ന് പറയുമ്പോൾ, ഇന്ന ഒന്നാണ് ഞങ്ങൾക്ക് ഈ ഒരു സൗകര്യം നേടിത്തരുന്നത്, അല്ലെങ്കിൽ ഇന്ന ഒരാളാണ് ഞങ്ങളുടെ സൃഷ്ടാവെന്ന് പറയുമ്പോൾ അള്ളാഹ് ചോദിക്കാണ്, ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ്, അള്ളാഹ്ക്ക് പുറമെ വല്ല സൃഷ്ടാക്കൾ നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ അവരെന്താ ഉണ്ടാക്കിയത്? അള്ളാഹു ചോദിക്കുന്നുണ്ട്. അള്ളാഹു അല്ലാതെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെയെല്ലാം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവര് ഒരു ഈത്തപ്പഴക്കുരുവിന്റെ ഒരു പാട, എത്ര ചെറുതാ ഒരു സാധനം, എത്ര ചെറുതാ, അത് അവർക്ക് ഉണ്ടാക്കാൻ കഴിയും. അതവർക്ക് ഉണ്ടാക്കാൻ കഴിയും, അതുപോലും അവർക്ക് കഴിയൂല. അള്ളാഹു വീണ്ടും ചോദിക്കാണ്, യർസുഖുകും മിനസ് സമാഇ വൽ അർദ്, ആകാശത്തും ഭൂമിയിലുമൊക്കെ, ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നൊക്കെ അള്ളാഹു നിങ്ങൾക്ക് അന്നം നൽകിക്കൊണ്ടേയിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലാഹു, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ഫഅന്നാ തുഫകുൻ, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ വഴിതെറ്റിപ്പോകുന്നത്? ആ ഒരു ചോദ്യം നമ്മളോടാ. എല്ലാം പടച്ചോ നിങ്ങൾക്ക് തന്നിട്ട്, എല്ലാ സൗകര്യങ്ങളും കിട്ടിയിട്ട് പിന്നെ എങ്ങനെ നിങ്ങൾ വഴിതെറ്റിപ്പോകുന്നത്? അല്ലല്ലേ നിങ്ങളുടെ ആരാധ്യൻ? അള്ളാഹുവിന്റെ ചോദ്യം, പ്രിയപ്പെട്ടവർ, ആ ചോദ്യം നമ്മളോട് ചോദിക്കണം. നമ്മളിപ്പോ താമസിക്കുന്ന വീട്, നമ്മളിപ്പോ ജോലി ചെയ്യുന്ന സ്ഥാപനം, നമ്മളിപ്പോ വന്നിട്ടുള്ള വാഹനം, നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം, എല്ലാം പടച്ചോൻ തന്നു. എന്നിട്ട് എന്താ അള്ളാഹ് പറഞ്ഞു? നിങ്ങൾ എന്നോട് നന്ദി കാണിക്കണം കേട്ടോ, നിങ്ങൾ എന്നോട് നന്ദി കാണിക്കണം. വേറെ എന്തെങ്കിലും പറഞ്ഞു? അള്ളാഹ്ക്ക് വേണ്ടി നിങ്ങളെ സമ്പത്ത് അതിന്റെ പകുതി നിങ്ങൾ അള്ളാഹ്ക്ക് കൊടുക്കണം പറഞ്ഞു. നിങ്ങൾ വീടുണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ പകുതി അള്ളാഹ്ക്ക് വേണ്ടി മാറ്റി വെക്കണം പറഞ്ഞു. നമുക്ക് കിട്ടുന്ന സാലറിയുടെ പകുതി അള്ളാഹു ചോദിച്ചോ? ഒന്നും ചോദിച്ചില്ല. എന്തേ പറഞ്ഞോളൂ? നിങ്ങൾ നന്ദി കാണിക്കണം കേട്ടോ, നിങ്ങൾ നന്ദി കാണിക്കണം. എന്താണ് പ്രിയപ്പെട്ടവർ ആ നന്ദി പ്രകടനം? അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് അതാ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹുവും ഉബൈദുല്ലാഹ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവും കൂടി ചെല്ലിയാണ്. രണ്ടുപേരും താബികളാണ്. ഈ രണ്ടുപേരും ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ചെന്നു. എന്നിട്ട് അവരെ സന്ദർശിക്കാൻ വേണ്ടി അനുവാദം ചോദിച്ചു. അപ്പൊ അതാ ഇബ്നു അബീ റബാഹ് എപ്പോഴും ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വരും, ദീന് പഠിക്കുന്ന ആളാണ്. എന്നാൽ ഈ ഉബൈദുല്ലാഹി ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, അല്ലെങ്കിൽ റഹ്മത്തുള്ളാഹി അലൈഹി, താബി പണ്ഡിതനാണ് അദ്ദേഹം എപ്പോഴെങ്കിലും വരും. അപ്പൊ അനുവാദം ചോദിച്ചപ്പോ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഒരു മുഷിപ്പ് പോലെ അവർ പറഞ്ഞു, നിങ്ങൾ എപ്പോഴെങ്കിലും വരുന്നുള്ളൂ, സ്ഥിരമായിട്ട് ദീനിന്റെ കാര്യത്തിലൊന്നും വരുന്നില്ല. എന്നാൽ അദ്ദേഹം വലിയ തഫ്സീറിന്റെ ആളാണ്, ധാരാളമായിട്ട് ഖുർആനിന്റെ വിഷയത്തിൽ അറിവുള്ള ആളാണ്. ആ സമയത്ത് ഉബൈദുല്ലാഹി ഇബ്നു ഉമൈർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഉമ്മാനോട് പറയാണ്, ആയിഷ ബീവിനോട്, ഉമ്മ, ഞാനിങ്ങനെ ഇടക്ക് വരുന്നത് ആ ഒരു ബന്ധം നന്നാകാൻ വേണ്ടിയിട്ടാണ്, എപ്പോഴും വരുമ്പോൾ നിങ്ങൾക്കതൊരു പ്രയാസമാവേണ്ട എന്ന ഉദ്ദേശത്തിൽ. എന്നിട്ട് രണ്ടുപേരും വന്ന് ആയിഷ റളിയല്ലാഹുവിന്റെ അടുത്ത് വന്നിരുന്നു. ഉമ്മാനോട് ചോദിക്കണം, ഉമ്മ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും അത്ഭുതകരമായി തോന്നിയ ഒരു കാര്യം അത് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു ചോദിച്ചു. ഫസക്കത്തത്, ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ കുറച്ചേരം ഉണ്ടാകുന്നു. എന്നിട്ട് പറയാണ്, എൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ അടുക്കിലേക്ക് വന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു,
ഇന്ന് അത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ദിവസമാണ്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ദിവസത്തെ ഭാര്യമാർക്ക് ഇങ്ങനെ വീതം വെച്ച് കൊടുത്തുക. അന്ന് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലായിരിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ആയിഷ, നിങ്ങൾ എനിക്ക് അനുവാദം തരുമോ? ഇന്നത്തെ രാത്രി നിങ്ങൾ എന്നെ ഒഴിവാക്കൂ. ഞാൻ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് ആരാധനാ കർമ്മങ്ങളിലേക്ക് ഇറങ്ങണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ മാറി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണ്, ആ വീടിന്റെ ഉടമസ്ഥനാണ്, ഭർത്താവാണ്, എല്ലാ ഗൃഹനാഥനും എല്ലാ ഉത്തരവാദിത്വമുള്ളതാണ്. പക്ഷേ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അവകാശമാണ് പ്രവാചകൻ അന്ന് അവിടെ ഉണ്ടാകുക എന്നുള്ളത് അവരുടെ അവകാശം. അതുകൊണ്ട് തന്നെ ആ അവകാശം വകവെച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം ചോദിക്കുകയാണ്, നിങ്ങൾ എനിക്ക് അനുവാദം നൽകുമോ? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, പ്രവാചകരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ ഉണ്ടാവുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. പക്ഷേ നിങ്ങളുടെ ഇഷ്ടത്തിന് ഞാൻ ഒരിക്കലും എതിരല്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇന്ന് ആരാധനാ കർമ്മങ്ങളുമായിട്ട് നിൽക്കണമെന്നാണോ എന്ന് നിങ്ങൾ ചെയ്തോളി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് എഴുന്നേറ്റു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുത്തു, നമസ്കരിക്കാൻ തുടങ്ങി. കുറച്ച് അപ്പുറത്ത് മദീന പള്ളിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാൻ തുടങ്ങി. ആയിഷ റളിയല്ലാഹു അൻഹ അതിങ്ങനെ നോക്കി നിൽക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിറാഅത്ത് ചൊല്ലിക്കൊണ്ടേയിരുന്നു. പ്രവാചകൻ ഖുർആൻ ഓതിക്കൊണ്ട് പ്രവാചകന്റെ കണ്ണ് നിറഞ്ഞു. സമയം ദീർഘിച്ചു, വീണ്ടും വീണ്ടും സമയം കഴിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞ് പ്രവാചകന്റെ കവിൾ തടത്തിലൂടെ, താടിയിലൂടെ ഇങ്ങനെ കണ്ണുനീര് വരാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രത്തിലൂടെ ആ കണ്ണീര് വരാൻ തുടങ്ങി. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്ത ഭാഗത്തൊക്കെ കണ്ണീരിന്റെ പാട് വരുന്നൊരവസ്ഥയെത്തി. കുറേ സമയം കഴിഞ്ഞു. സുബഹിന്റെ സമയമാകുമ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് വരിക. ബിലാൽ റളിയല്ലാഹു അൻഹു വന്ന് നോക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞുകൊണ്ട് നിസ്കരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. നിസ്കാരം കഴിഞ്ഞപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ എല്ലാ പാപങ്ങളും പുറത്തു തന്നിട്ടില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും പാപം ചെയ്തിട്ടില്ല. പക്ഷേ ഏതെങ്കിലും ഒരു ചെറിയ ഒരു പിഴവെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലും വരാനിരിക്കുന്നതാവട്ടെ കഴിഞ്ഞു പോയതാവട്ടെ എല്ലാം അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ലേ? പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നൊരു വാചകമുണ്ട്, അഫലാ അകൂന അബ്ദൻ ശുകൂറാ. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള, അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ നന്ദി കാണിക്കുന്ന ഒരു അടിമയായിട്ട് ഞാൻ മാറണ്ടേ? ആ ഒരു ചോദ്യം പ്രിയപ്പെട്ടവരെ നമ്മളോട് ചോദിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിലെത്തണമെന്ന് ആഗ്രഹിക്കുന്ന സുഹൃത്തെ, സഹോദര, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാലുവേദനിക്കുമാറ് നമ്മൾ നമസ്കരിച്ചിട്ടുണ്ടോ? നമ്മൾ എന്തെങ്കിലും ഖുർആൻ ഓതിക്കൊണ്ട് നമ്മുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടോ? എന്നെങ്കിലും ഖുർആനിന്റെ ആയത്തുകൾ നമ്മുടെ കൽബ് പടച്ചിട്ടുണ്ടോ? പക്ഷെ നമ്മൾ വിചാരിക്കുന്നു ഞാനും സ്വർഗത്തിലാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എനിക്ക് സ്വർഗത്തിലെത്താൻ പറ്റും. ഈ ഒരു ജീവിതം കൊണ്ട്, ഇപ്പോഴുള്ള ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് ആ സ്വർഗം നേടിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ളത് നമ്മൾ സ്വയം പരിശോധിക്കണം. കാരണം നാളെ പരലോകത്ത് നമുക്ക് നൽകിയ ഓരോ അനുഗ്രഹങ്ങളും അള്ളാഹു എണ്ണി എണ്ണി ചോദിക്കുന്ന ഒരു രംഗുണ്ട്. ഇല്ലാന്ന് പറയാൻ കഴിയോ നമുക്ക്? അള്ളാഹു ഓരോ അനുഗ്രഹങ്ങളും ചോദിക്കും. നാളെ പരലോകത്തുള്ള ഒരു സംഭവത്തെ കുറിച്ച് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഹദീസിൽ കാണാൻ പറ്റും. അദ്ദേഹം പറയാണ്, ഒരു മനുഷ്യനെ നാളെ പരലോകത്ത് കൊണ്ടുവരും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളോട് ചോദിക്കും, അലം ഉക്രിംക, ഞാൻ നിനക്ക് ആദരവ് നൽകിയില്ലേ? അഥവാ മറ്റു സൃഷ്ടിജാലങ്ങളിൽ നിന്ന് ഒരു ജീവിയെ പോലെയാക്കാതെ മനുഷ്യനെന്ന ആദരവ്, ആ ഒരു പരിഗണന, ആ ഒരു ബഹുമാനം ഞാൻ നിനക്ക് തന്നില്ലേ? ഞാൻ നിന്നെ നേതാവാക്കിയില്ലേ? നിന്റെ വീടിന്റെ, നിന്റെ നാടിന്റെ, നിന്റെ ആളുകൾക്കിടയിൽ ഒരു പ്രത്യേക പദവിയും നേതൃത്വവും ഞാൻ നിനക്ക് തന്നില്ലേ? ഞാൻ നിനക്ക് വിവാഹം ചെയ്തു തന്നില്ലേ? എത്രയോ ആളുകൾ വിവാഹം കഴിക്കാതിരിക്കുമ്പോ നിനക്ക് യോജിക്കുന്ന ഒരു ഇണയെ ഞാൻ നിനക്ക് തന്നില്ലേ? നിനക്ക് സഞ്ചരിക്കാനുള്ള വാഹനങ്ങൾ ഞാൻ നിനക്ക് തന്നില്ലേ? ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോ ആ മനുഷ്യൻ പറയും, ബലാ ബലാ. പ്രിയപ്പെട്ടവരെ, നമ്മളോടാട്ടോ ഈ പറയണേ. നാളെ പരലോകത്ത് അല്ലാഹ് ഇങ്ങനെ നമ്മളെ നിർത്തിയിട്ട് ചോദിക്കും,
ഞാൻ നിനക്ക് ആദരവ് തന്നില്ലേ, നിനക്ക് വീട് തന്നില്ലേ, നിനക്ക് കുടുംബത്തെ തന്നില്ലേ, നിനക്ക് ഭാര്യയെ തന്നില്ലേ, നിനക്ക് വാഹനം തന്നില്ലേ? ഓരോന്നും ഇങ്ങനെ ചോദിക്കുമ്പോ നമ്മൾ പറയും ബലാ ബലാ, അല്ലാഹുവേ അതെ, പറഞ്ഞിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാണ്, അഫളനൻത അന്നക മുലാഖിയ, നീ വിചാരിച്ചില്ലേ എന്നെ കണ്ടുമുട്ടുമെന്ന്? നീ വിചാരിച്ചിട്ടില്ലേ? ആ സമയത്ത് അയാൾ പറയും, ലാ, അത് ഞാൻ മറന്നുപോയി, അത് ഞാൻ അശ്രദ്ധമായി പോയി, ഞാൻ എന്റെ ജീവിതത്തിലേക്കായിരുന്നു, ഞാൻ എന്റെ ദുനിയാവ് വെട്ടിപ്പിടിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു. എങ്ങനെയെങ്കിലും ഒരു വീട് വെക്കണം, എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കണം, എങ്ങനെയെങ്കിലും ഞാൻ ആഗ്രഹിച്ച ആഗ്രഹങ്ങൾ എനിക്കുണ്ടാകണം. അതുകൊണ്ട് റബ്ബേ, നിന്റെ നിയമങ്ങൾ ഞാൻ മറന്നു, നിന്നോട് നന്ദി കാണിക്കാൻ ഞാൻ മറന്നുപോയി. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫഇന്നി അൻസാക കമാ നസീതനി. സുബ്ഹാനല്ലാഹ്, ആ വാക്ക് നോക്ക്. എന്നാ നീ അന്ന് എന്നെ മറന്നില്ലേ, ഇന്ന് ഞാൻ നിന്നെ മറക്കണം, നിന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടില്ല. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരോടാ പിന്നെ പരാതി പറയാം? ഈ ദുനിയാവിൽ നമുക്കുള്ള ഏതെങ്കിലും ഒരു അവകാശം കിട്ടിയിട്ടില്ലെങ്കിൽ പലരോടും നമുക്ക് പരാതി പറഞ്ഞ് നമ്മുടെ അവകാശം നേടിയെടുക്കാം, ആളുകളെ കൂട്ടിച്ചെന്ന് കൊണ്ട് പിടിച്ചു വാങ്ങാം. പക്ഷെ അള്ളാന്റെ മുന്നിൽ നമ്മൾ ആരോടാ പരാതി പറയാ? ഈ ചോദ്യം, പരലോകം ഉണ്ട് എന്ന് നമുക്ക് വിശ്വാസം ഉണ്ടല്ലോ, പരലോകം ഉണ്ട് എന്നുള്ള വിശ്വാസം നമുക്കില്ല. എന്നാ പ്രിയപ്പെട്ടവരെ, നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ അത് കിട്ടിയിട്ടില്ല, എനിക്ക് ഒന്നും പോരാ എന്നുള്ളൊരു തോന്നലല്ലേ നമുക്കുള്ളത്? മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം കേട്ടിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം പിന്നെയും കുറച്ചു കാലം ജീവിക്കാൻ അവസരം ലഭിച്ച ആളായിരുന്നു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. ഒരിക്കൽ അദ്ദേഹം നോമ്പുകാരനായിരിക്കെ അദ്ദേഹത്തിന് നോമ്പ് തുറക്കാനുള്ള ഭക്ഷണങ്ങളുടെ വിഭവങ്ങൾ കൊണ്ടുവന്നു. ഒന്നിലധികം വിഭവങ്ങൾ കണ്ടു. അത് കണ്ടപ്പോ ആ ഭക്ഷണത്തിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ചോദിച്ചു, എന്ത് പറ്റി അബ്ദുറഹ്മാൻ, എന്തിനാ നിങ്ങൾ കരയുന്നത്? അദ്ദേഹം പറയാണ്, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ചിട്ടുണ്ട്. ആ സമയത്ത് മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു കാര്യം പറയാ. മിസ്അബ് റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിൽ ഷഹീദായി. മിസ്അബ് ബിൻ ഉമൈർ അദ്ദേഹം ഷഹീദായപ്പോ അദ്ദേഹത്തെ കഫൻ ചെയ്യാൻ, അദ്ദേഹത്തിന്റെ മയ്യത്തൊന്ന് പുതക്കാനുള്ള ഒരു വെള്ള തുണി ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നില്ല, ഒരു തുണി ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നില്ല. അദ്ദേഹം ധരിച്ചിട്ടുള്ള ഒരു വസ്ത്രം മാത്രം, അതാകട്ടെ കാല് മൂടിക്കഴിഞ്ഞാൽ തല പുറത്താകും, തല മൂടുന്ന അവസ്ഥയാണെങ്കിൽ കാല് പുറത്താകും. ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു, അല്ലാഹുവിന്റെ റസൂലേ എന്താ ചെയ്യാ? അദ്ദേഹത്തിന്റെ മയ്യത്ത് മൂടാനുള്ള കഫൻ പുടവ ഞങ്ങളുടെ കയ്യിലില്ല. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ തല ആ വസ്ത്രം കൊണ്ട് മൂടുക, കാലിന്റെ ഭാഗത്ത് പുല്ലെന്തെങ്കിലും വെച്ചിട്ട് അങ്ങനെ മൂടിയാൽ മതി. അങ്ങനത്തെ ഒരു കാലം കഴിഞ്ഞു പോയി. എന്നിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയുമായി ജീവിച്ചു. പക്ഷേ ഞാനിതാ ഒന്നിലധികം വിഭവങ്ങൾ എന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പേടിക്കുന്ന കാര്യം, നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോ അള്ളാഹുവിനോട് പറയാണ്, നീ ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങൾക്കൊക്കെ ദുനിയാവിൽ തന്നെ നിനക്ക് ഞാൻ തന്നിട്ടില്ലേ? അനുഗ്രഹങ്ങൾ കിട്ടുമ്പോ അവർക്ക് പേടിയായിരുന്നു. ഇതൊക്കെ ഞാനിവിടെ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് തന്നെ കിട്ടുന്നതാണോ എന്ന പേടി. അവിടെയാണ് നമ്മൾ ആലോചിക്കുന്നത്, ഞാൻ കൃത്യമായി നിസ്കരിക്കുന്നില്ലേ, ഞാൻ നോമ്പെടുക്കുന്നില്ലേ, എന്നിട്ട് എന്തേ എനിക്ക് കിട്ടാത്തത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വാക്കല്ലത്. ഞാൻ ഇങ്ങനെയൊക്കെ ദീനിയായിട്ട് ജീവിച്ചിട്ട് എനിക്കൊന്നും കിട്ടണില്ലല്ലോ. സുഹൃത്തെ, നീ നിസ്കരിച്ചത് ഈ ദുനിയാവിൽ കിട്ടാനാ? നീ നോമ്പെടുത്തത് ഈ ദുനിയാവിൽ കിട്ടാൻ വേണ്ടിയിട്ടാ? നീ ദീനിനോട് സഹകരിച്ചു പോകുന്നത് ഈ ദുനിയാവിൽ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണോ? എന്നാൽ ഈ ദുനിയാവിൽ ചിലപ്പോൾ കിട്ടാം, കിട്ടാതിരിക്കാം. അള്ളാന്റെ അടുക്കലൊന്നും ഉണ്ടാവില്ല. അവിടെയാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് അനുഗ്രഹങ്ങൾ കിട്ടുമ്പോ അതിൽ നന്ദി കാണിക്കുന്ന മനസ്സും അതോടൊപ്പം ഒരു പേടി. ഇതൊക്കെ ഈ ദുനിയാവിന്റെ വിഷയത്തിൽ എനിക്കെല്ലാം കിട്ടിയിട്ട് പിന്നെ പരലോകത്തൊന്നും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകും എന്നുള്ളൊരു പേടി. ഇത് ഭക്ഷണത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല, നമ്മുടെ മുൻഗാമികളുടെ ചരിത്രം വായിക്കുമ്പോൾ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മൾ അറിയേണ്ടതുണ്ട്. ഒരു വെള്ളിയാഴ്ച ദിവസം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ജുമുഅക്ക് വേണ്ടിയിട്ട് വരിക. എല്ലാവരും പള്ളിയിലെത്തിയിട്ടുണ്ട്. പക്ഷേ ഖുതുബ നടത്തേണ്ട ഉമർ റളിയല്ലാഹു അൻഹു പള്ളിയിലെത്തിയിട്ടില്ല.
ആളുകൾ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും ഇങ്ങനെ നോക്കുമ്പോഴാണ് ദൂരത്ത് നിന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഓടി വന്നു. അദ്ദേഹം വന്നിട്ട് ജനങ്ങളോട് പറഞ്ഞു, ഞാൻ കുറച്ചു നേരം വൈകിപ്പോയി, നിങ്ങളെ ക്ഷമിക്കണം. അവർ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഞങ്ങൾ കുറേ നേരമായി നിങ്ങളെ കാത്തിരിക്കുന്നു, നിങ്ങൾ എന്തുകൊണ്ടാണ് നേരം വൈകിയത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ വരുന്ന സമയത്ത് എൻ്റെ വസ്ത്രം അല്പം കീറിപ്പോയി, അപ്പം അത് തുന്നാൻ വേണ്ടി ഞാനിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. ഇത് കേട്ടതും ആളുകൾ ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾക്ക് മറ്റൊരു വസ്ത്രം എടുത്തുകൂടായിരുന്നു? ഞങ്ങൾ കുറേ നേരമായി ഇവിടെ കാത്തിരിക്കുന്നു, നിങ്ങൾക്ക് വേറൊരു വസ്ത്രം എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്നുകൂടായിരുന്നു? ഉമർ റളിയല്ലാഹു അൻഹു ഒന്നും മറുപടി പറഞ്ഞില്ല. വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ഇങ്ങനെ വന്നപ്പോൾ അദ്ദേഹം തല താഴ്ത്തി നിൽക്കണം. അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്നും കണ്ണീര് വരാൻ തുടങ്ങി. അദ്ദേഹം ശബ്ദം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, വല്ലാഹി വല്ലാഹി ലാ അംലികു ഗൈറ ഹാദ സൗബ്. അല്ലാഹുവാണ് സത്യം, ഉമറിന് ഇതല്ലാത്ത മറ്റൊരു വസ്ത്രമില്ല. ആരായി പറയണേന്നറിയോ? അന്ന് ഇസ്ലാമിക ലോകത്ത് ഒട്ടേറെ രാജ്യങ്ങളുടെ അധിപനായി നിൽക്കുന്ന, രാജാവായി നിൽക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവാണ് സത്യം, ഇതല്ലാത്ത മറ്റൊരു വസ്ത്രം എനിക്കില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര ഭാഗ്യവാന്മാരാ! നമുക്ക് നിരന്തരം മാറി മാറി എടുക്കാനുള്ള വസ്ത്രങ്ങളുണ്ട്, യാത്ര ചെയ്യാൻ വാഹനങ്ങളുണ്ട്, എല്ലാം പടച്ചോൻ തന്നു. പക്ഷേ അവര് ചെയ്തിട്ടുള്ള അത്ര അല്ലാഹുവോട് നന്ദി കാണിക്കുന്ന ഒരു നാവും, നന്ദി കാണിക്കുന്ന ഒരു ഹൃദയവും, നന്ദി കാണിക്കുന്ന ഒരു മനസ്സും അത് നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും സ്വയം പരിശോധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിനോട് ഏറ്റവും കൂടുതൽ നന്ദി കാണിക്കുന്ന ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിൽ നന്ദി കാണിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് ഓർമ്മപ്പെടുത്തിയത്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല എത്രയേറെ അനുഗ്രഹങ്ങൾ നൽകിയിട്ടും അതിൽ നന്ദി കാണിക്കാത്തൊരവസ്ഥയാണ് ആളുകൾക്കുള്ളതെങ്കിൽ അവരുടെ അവസ്ഥയെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു. ചില ആളുകൾ, വളറബല്ലാഹു മസലൻ ഖറിയതൻ കാനത് ആമിനതൻ മുത്മഇന്ന, ഒരു നാട്ടുകാരായ ആളുകൾ. ആ നാടിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവര് ആ അമിനത്തെ നിർഭയത്വമുള്ളവരായിരുന്നു, മുത്മഇന്ന ശാന്തവുമായിരുന്നു. അവർക്ക് എല്ലാ സൗകര്യങ്ങളും അള്ളാഹു നൽകി. യഅതീഹാ റിസ്ഖുഹാ റഗദ മിൻ കുല്ലി മകാൻ, എല്ലാ ഭാഗത്തുനിന്നും അവർക്ക് വേണ്ടി സമൃദ്ധമായി അള്ളാഹു സുബ്ഹാനഹു വതആല സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടേയിരുന്നു. എല്ലാം അവർക്ക് കിട്ടാൻ തുടങ്ങി. പക്ഷേ ഫകഫറത് ബിഅൻഉമില്ലാഹ്, അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ അവർ നിഷേധിക്കാൻ തുടങ്ങി. അതൊക്കെ എൻ്റെ കഴിവാണ്, അതൊക്കെ ഞങ്ങളുടെ ഇടപെടലാണ്, ഞങ്ങളുടെ കഴിവാണ്, ഞങ്ങളുടെ പ്രവർത്തനമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അള്ളാഹു അവർക്ക് നൽകിയതിനെ അവർ ഇങ്ങനെ നിഷേധിക്കാൻ തുടങ്ങി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ അണിയിച്ചു. അല്ലാഹു അവരെ അണിയിക്കുകയാണ്. എന്ത്? ലിബാസൽ ജൂഇ വൽ ഖൗഫ്, വിശപ്പ് കൊണ്ടും വിശപ്പിന്റെയും ഭയത്തിന്റെയും വസ്ത്രം ആ ഒരു നാടിനെ അല്ലാഹു അണിയിച്ചു. ബിമാ കാനു യസ്നഊൻ, അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആ ഒരു കാരണം കൊണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഒരായത്ത് നമ്മുടെ കണ്ണ് തുറക്കണം. ഈ ഒരു ആയത്ത് നമുക്ക് അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകുമ്പോൾ അതിൽ നന്ദിയുള്ള ഒരു വാക്ക് പറയാതെ, അതൊക്കെ നമ്മുടെ കഴിവായും അത് എൻ്റെ വാപ്പരായിട്ട് തന്നതാണ് എന്നും അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രത്യേക പരിശ്രമമാണ് എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരു അനാനിയത്ത്, ഞാനെന്ന ഭാവവുമായിട്ട് നടക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം. അള്ളാഹു നൽകിയതിന് നമ്മൾ നന്ദി കേടാണ് കാണിക്കുന്നതെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് പരീക്ഷിക്കും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ആ ഒരു പേടി നമുക്കുണ്ടാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ കണ്ണ് തുറന്ന ഉടനെ നടത്തുന്ന പ്രാർത്ഥന ഉണ്ട്. ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുന്ന സമയത്തുള്ള പ്രാർത്ഥന ഉണ്ട്. അവിടേക്ക് തുടക്കം അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഭക്ഷണം കിട്ടിയാൽ അൽഹംദുലില്ലാ, വസ്ത്രം ധരിച്ചാൽ അൽഹംദുലില്ലാ, ഒക്കെ അള്ളാനെ സ്തുതിക്കുന്നൊരവസ്ഥയാണ്. അതാണ് ഒരു വിശ്വാസി. എല്ലാ സമയവും അത് എൻ്റെ കഴിവല്ല, അതിൻ്റെ പരിശ്രമമല്ല, അൽഹംദുലില്ലാ, പടച്ചോൻ്റെ ഒരു കുതിർത്തോണ്ട് ഇതൊക്കെ കിട്ടുന്നു, അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇതൊക്കെ കിട്ടി, അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ ഇടപെടലാണ് ഇതൊക്കെ.
എൻ്റെ കഴിവൊന്നുമല്ല. ഇതാണ് ഒരു വിശ്വാസി. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതെങ്കിൽ ആ ഒരു ബോധ്യത്തോടു കൂടി തന്നെ നമ്മൾ ഓരോരുത്തരും ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അങ്ങേയറ്റം ഭയപ്പെട്ടുകൊണ്ടും അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിൽ നന്ദി കാണിച്ചുകൊണ്ടും ജീവിക്കാൻ പരിശ്രമിക്കുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥനകളുടെ വസിയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. കുടുംബത്തോടൊപ്പം സ്വർഗ്ഗത്തിലേക്ക് എത്തുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത് യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.